എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ അല്ലെങ്കിൽ വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇച്ചിരി നടക്കാൻ പോയിട്ട് വന്നയാ. അപ്പം ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കുടിക്കണമെന്നുള്ള ഇതൊന്നുമില്ല, പക്ഷെ ഇന്നിപ്പോൾ ഒരു ഇച്ചിരി ചായ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ചായയൊക്കെ ഇട്ട് എൻട്രോയൊക്കെ പറഞ്ഞിട്ട് ചായയും കുടിക്കാന്ന് വെച്ചു. കണ്ണിനൊരു പൊളപ്പ് പോലെ. അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഹോളിയുടെ ഇതിനെപ്പറ്റി ഇട്ടുണ്ടേ. ഞാൻ പറഞ്ഞില്ല തേങ്ങ വറക്കി എറിയുമെന്നൊക്കെ ഇങ്ങനെ ഇടുവന്ന്. അപ്പം ജയിച്ച് പറഞ്ഞു വിജി തേങ്ങ എറിയുമ്പം പോയി തേങ്ങ ഓരോന്ന് ഇങ്ങെടുത്തു എന്തെങ്കിലും പറക്കിക്കൊണ്ടോ. ഞാനയാ ആ തീക്കകത്തങ്ങോട്ട് കൈയിട്ട് പോയി തേങ്ങ എടുക്കാൻ പോയാ എൻ്റെ കൈ പൊള്ളും. പിന്നെ അഖിൽ എനിക്ക് നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് നെയ്യപ്പത്തിൻ്റെ വീഡിയോ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. സക്സസ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ അഖിലിൻ്റെ പരാതി, ചേച്ചി എപ്പോഴും മായ എന്ന് പറയാം, എൻ്റെ പേരിനെയും മായ അഖിൽ എന്നാക്കിയെന്ന്. എനിക്കെല്ലാവരും ഒരുപോലെ ഉള്ളു കേട്ടോ, അഖിലും മായയും. പിന്നെ മായ ബിരിയാണിയൊക്കെ 2 മായമാരുണ്ട്. അതുകൊണ്ടാണ് അഖിലിൽ എപ്പോഴും മായ എന്ന് പറയുന്നത്. മായ സത്യനുണ്ട്, മായ ജോസഫും ഉണ്ട്. പിന്നെ ഞാനൊരു പിന്നെ ഷാർജയിലുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മോളുടെ പേര് ജൂലി എന്ന പേര്. എൻ്റെ അമ്മ വീടിൻ്റെ അടുത്ത് ആ വീട്, കോന്നിയില വീട്. ഇപ്പം ഷാർജയിലാണ്. മക്കളുടെ അമ്മയുടെ എല്ലാം കൂടെ പേര് ചേർത്താ ആ ID ഇട്ടേക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്നു വാട്സപ്പിലെ. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സത്യം പറഞ്ഞാൽ അത് വായിച്ച് എനിക്ക് വിഷമം വന്ന് എനിക്ക് റിപ്ലൈ. അപ്പം ഞാൻ ആളുടെ പേര് പറയുന്നില്ല, സ്ഥലം അടൂര. അപ്പോൾ പേര് കണ്ടോണ്ടേ ഞാൻ പറഞ്ഞ് ഇത് മോനാണോ മോളാണോ, പേര് കണ്ടിട്ട് മോനാന്ന് തോന്നുന്നല്ലോ. കാരണം നമ്മുടെ ഈ വ്ളോഗൊക്കെ ആൺകുട്ടികൾ ചുരുക്കം ആൾക്കാരെ കാണത്തുള്ളൂ. അങ്ങനെ ആൺകുട്ടിയാ, എൽദോ ആൺകുട്ടിയാ എൻ്റെ അറിവിൽ. പിന്നെ എന്തോ ജോഷി എന്നും പറഞ്ഞു പറഞ്ഞു, അതും ഒരു ബ്രദറാ. അപ്പോൾ ഇതും ചോദിച്ചിട്ട് പറഞ്ഞ് ഞാൻ മോൻ തന്നെയാണ്. എനിക്കങ്ങ് വിഷമം വന്നുപോയി. എത്ര പേരുണ്ട്. നമ്മൾ ചിന്തിക്കും നമുക്കാണ് വിഷമവും പ്രയാസങ്ങളും രോഗങ്ങളും. നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കുമോ എനിക്കെന്താ ഇങ്ങനെ വന്നേ, എനിക്കെന്താ ഇങ്ങനെ വന്നത്. പക്ഷെ ഓരോരുത്തരുടെ അനുഭവം വരുമ്പം നമ്മൾ ചിന്തിക്കും ഓരോരുത്തർ എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നത്. അപ്പം ഇന്ന് ബെൻസി ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾ വീട്ടിൽ പോയിട്ട് കുറേ നാളായി, പക്ഷെ അവൾക്ക് ഞാൻ പറഞ്ഞില്ല അവൾക്ക് സമയമില്ല ഇടായിരുന്നു. അവൾ അതിൽ ഓരോന്ന് എന്നെപ്പറ്റി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഇവിടുന്നത് അന്നേരം എനിക്ക് അറിയുമായിരുന്നു. സത്യം പറഞ്ഞാൽ അവൾ ഇവിടെ ഉള്ളപ്പം എനിക്കൊരു ഇതുണ്ട്. അവൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും, ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പോകും. അപ്പം നമുക്കൊരു നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇവിടെ എന്ന് പറയുന്നത് മലയാളീസ് അങ്ങനെ ആരുമില്ല. എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നു, രാത്രി കയറി വരുന്നു, നമ്മുടെ അടുത്തുള്ളവരാണേലും അങ്ങനെ. അപ്പം ഞാൻ ഒത്തിരി നാട് മിസ് ചെയ്യും. അന്നേരം അവൾ അതാ പറയുന്നത്, ഇതൊക്കെ കണ്ട അവൾക്ക് ഒത്തിരി വിഷമമാണ് നാട്ടിൽ വന്ന അവിടെ എൻ്റെ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ അനിയത്തിയുടെ പേര് ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനൽ. അവൾ ആ വർഷങ്ങൾക്ക് മുമ്പേ അവൾ ചാനൽ തുടങ്ങിയത്. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അവൾക്ക് ഇപ്പം മറ്റേത് ഇടയ്ക്കിടയ്ക്ക് അവൾ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടുമായിരുന്നു. ഇപ്പോൾ അവൾക്ക് ഈ അച്ചാർ ബിസിനസ്സും അല്ലാത്ത ഈ ബിസിനസ്സൊക്കെ ഉള്ളത് കൊണ്ട് അവൾക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഇടാത്തത്. അപ്പോൾ അവളന്നേരം അതിൽ പറയുന്നുണ്ട് അവൾ നാട്ടിൽ വന്നാൽ അടങ്ങിയിരിക്കത്തില്ല ഒരു സമയം പോലും. അതുപോലെ ഞങ്ങൾ 4 സഹോദരങ്ങൾ, ഒരാണും എൻ്റെ മൂത്ത ചേച്ചി, അത് കഴിഞ്ഞ് ബ്രദർ, പിന്നെ ഞാൻ, പിന്നെ വെൻസി. 4 പേര് ഇപ്പോഴും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ മാറിയെങ്കിലും ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ ബ്രദറാണെങ്കിൽ ഭയങ്കര, ഞങ്ങളെങ്ങാണോ അവിടെ ചെന്നിട്ട് തിരിച്ച് ഇപ്പം ഞാൻ നാട്ടിൽ ചെന്നിട്ട് അന്ന് ബോംബെ വരുന്ന ദിവസമാണെങ്കിൽ അവൻ മൂഡ് ഓഫ് ആയിരിക്കും. വീട്ടിൽ ചെന്നിട്ട് 2 ദിവസം അവൻ ഒരേ കിടപ്പായിരിക്കും, അവന് തലവേദനയാണെന്നും പറഞ്ഞൊക്കെ. അത്രയ്ക്ക് വിഷമം അവൻ ഞങ്ങളെ പിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും അതുപോലെ ബെഞ്ചി ആണെങ്കിലും ചേച്ചി ആണെങ്കിലും വാടി, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വാടിയത്. ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവർക്കറിയാം. അപ്പം ബെഞ്ച് നാട്ടിലാണെങ്കിലും അവൾക്ക് വീട്ടിലോട്ട് പോകാൻ വിരുന്നുകാരെ പോലെ അവൾ പോകുന്നത്. പ്രൈസമ്മോനെ. അപ്പം ഇന്നലെ ഗീതേച്ച് പറഞ്ഞായിരുന്നു 2 ദിവസം കൊണ്ട് അവിടെ ഇരുന്ന ഒരാൾ പമ്മി ഗുഡ് ബൈ പറയുന്ന അവനെ ഇങ്ങോട്ട് വീഡിയോ കൊണ്ടുവന്നത്. പ്രൈസമ്മോനെ, പ്രൈസമ്മോൻ, എടാ പ്രൈസ ഇങ്ങോട്ട് വന്നേ.
ആ മൊബൈലൂടെ ഇങ്ങുണ്ടോ, അതിൻ്റെ അകത്തൊരു കമൻറ്റ് മമ്മിക്ക് വായിക്കാനുണ്ട്, ആ മൊബൈൽ ഇങ്ങുണ്ടോ. ഇപ്പം ഞാനും അവനൂടെ താഴെ പോയേ. അപ്പം ഇന്നലെ ഹോളി കഴിഞ്ഞല്ലേ, അപ്പോൾ ഒരു കൊച്ചൻ എൻ്റെ ദേഹത്ത് ഇവനും വേറൊരു കൊച്ചനോട് ഇങ്ങനെ നടക്കുമായിരുന്നു പൊടിയിട്ട്. അപ്പം എൻ്റെ അടുത്ത് ഇവൻ വന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഹോളി കഴിഞ്ഞ് ഇനിയും പൊടി എറിയല്ലെന്ന് പറയാൻ. അപ്പോൾ ഇവനും അവനോട് ഓടി. അപ്പോൾ ഇവൻ വീട്ടിൽ വന്ന് പറയുക, കൃഷി അവനെ അടിച്ച്, എന്തിനാ അവനെ അടിക്കാൻ പോയത്, അവന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരായിരുന്നോ, നിർത്തിയിട്ടിവിടെ ഹോളി കഴിഞ്ഞ് എറിയരുതെന്ന്. അവനെ അടിച്ച്, അവൻ എന്തിനാ അടിച്ചേ. നമ്മുടെ കൊച്ചുങ്ങൾ അങ്ങനെ, മറ്റുള്ള പിള്ളേർ അങ്ങനെ അല്ല, അവർ ഇങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ടും കൊടുക്കും. ഇവൻ അതൊക്കെ പേടി, ഇവൻ കിട്ടിക്കൊണ്ട് വരും. മക്കളെ, ഗീതാന്റി പറഞ്ഞ് 2 ദിവസം കൊണ്ട് നീ പമ്മി ഇരുന്ന് ഗുഡ് ബൈ പറയുക, എവിടാ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഗീതാന്റിക്ക് ഒരു ഹായ് പറഞ്ഞിട്ട് സുഖമാണോന്നൊക്കെ ചോദിച്ചേ. ഹായ് ഗീതാന്റി, സുഖമാണോ അവിടെ? ആ, ചേട്ടന് സുഖമാണോന്ന് ചോദിക്കുക. അങ്കിളിനും ചേട്ടനും അങ്കിളിനും സുഖമാണോ? പിന്നെ വേറെ അടുത്തൊക്കെ പറയാനുണ്ട്. ആ മോന്റെ മായ സത്യൻ ഇപ്പൊ നാട്ടിൽ പറയുമ്പോ ഒരു മായ. ആ മായാന്റെ അടുത്തും ചോദിച്ചു സുഖമാണോ മായാന്റീന്. സുഖമാണോ? ആ, അങ്ങ് ഒത്തിരി ഞാൻ പേരെടുത്ത് പറഞ്ഞതേ ഉള്ളു. എല്ലാവർക്കും മോനെ ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ ഒന്ന് മുഖം കാണിച്ചിട്ട് പോകണം കേട്ടോ. അപ്പൊ മമ്മി ഇന്നലത്തെ ഒരു കമന്റ് വായിക്കാം, പറയട്ടെ. വേറൊരു കമന്റ് വോയിസ് ഓവർ വന്ന് കിടക്കൊണ്ട് നോക്കട്ടെ എന്തോന്ന്. വീടും അമ്മയൊക്കെ കണ്ടപ്പോ സങ്കടം വന്ന സങ്കടപ്പെടണ്ട കേട്ടോ. ബെഞ്ച് പറയുന്ന കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. എന്റെ ബിജിക്കുച്ചിന് ഭയങ്കര ഇഷ്ടമാണ് നാടല്ലേ. എന്റെ ബിജിക്കുട്ടി പോണമോ വലുതാവുമ്പോ നമുക്ക് നാട്ടിൽ വന്ന് താമസിക്കാം അല്ലേ. പിന്നെ പിള്ളേരെയൊക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന അമ്മേനെയും കണ്ടല്ലേ. ഇതെന്റെ ഞാൻ പറയല് സ്ഥിരം എനിക്കൊരു മക്കൾ ഇനി പോന്നപ്പോയ്ക്കോ ഞാൻ തരാം മൊബൈൽ. ഇപ്പൊ ഇന്ന് ബെൻസിയുടെ വീഡിയോ കണ്ടിട്ട് പറയുമ്പോ വിജിക്കുട്ടിക്ക് വിഷമമായോന്ന്. അമ്മ പിന്നെ രാത്രി കണ്ടു ചേരാക്കളെ. മാങ്ങായ്ക്ക് ഇരിക്കും അവൻ. അഖില് അയച്ചു തന്ന നെയ്യപ്പം സക്സസ് ആയെന്നും പറഞ്ഞു. പിന്നെ ഞാൻ വായിക്കാം മറ്റേത്. ബിജി ചേച്ചി വീഡിയോ സ്ഥിരമായി കാണാറുണ്ട്, കമൻ്റ് ഇടാറില്ല. വളരെ ആശ്വാസം തോന്നുന്നു വീഡിയോ കാണുമ്പോൾ. എൻ്റെ അമ്മ കഴിഞ്ഞ ജൂണിൽ മരിച്ചു. അതിൽ പിന്നെ ദുഃഖത്തിലും വേദനയിലും കൂടി കടന്നു പോകുന്നു ഞാനും. ചികിത്സാ പിഴവ് സംഭവിച്ചാണ് അമ്മ മരിച്ചത്. 13 വർഷം അമ്മ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. മരണം സ്ട്രോക്ക് വന്നിട്ടെന്നായിരുന്നു. ഡോക്ടർ ആദ്യം കൊണ്ടു ചെന്നപ്പോൾ സ്കാൻ ചെയ്യാതെ ഇയർ ബാലൻസ് പ്രശ്നമാണെന്ന് പറഞ്ഞ്, കൃത്യമായി പറഞ്ഞാൽ അതിന് മുമ്പ് 48 മണിക്കൂറിൽ അമ്മയുടെ ബോധം പൂർണ്ണമായി നഷ്ടമായി. ഇപ്പം ആ മോനും അച്ഛനും പറയുന്നത് ഞങ്ങൾ രണ്ടും അനാഥരായി എന്നും പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇട്ടതാ. ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസവും തോന്നും. നിഷ്കളങ്കമായ ചേച്ചിയുടെ സംസാരം അത് എഴുതിക്കോ. ഇന്ന് ഞാനും എൻ്റെ ഫാദറും അനാഥരായി ജീവിച്ചു പോകുന്നു. ഈ ദുഃഖത്തിൽ ചേച്ചിയുടെ വീഡിയോ നിഷ്കളങ്കമായ അവതരണം വലിയ ആശ്വാസമാണ്. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. എന്നിട്ട് ആ മോനിപ്പം ട്യൂഷനൊക്കെ എടുക്കുക. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പുസ്തകമൊക്കെ അടിച്ച് എഴുതിയായിരുന്നേ. അപ്പം പറഞ്ഞ് ഇത് അമ്മ മരിക്കും മുമ്പ് പുറത്തിറങ്ങിയ എൻ്റെ പുസ്തകമാണ്, അമ്മയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന്. ഇത് അമ്മ മരിക്കുന്നതിന് മുമ്പിട്ട് അവൻ എഴുതിയൊരു പുസ്തകമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതാ നമ്മളൊക്കെ ഡോക്ടർമാരെ ദൈവമായിട്ടാണ് കാണുന്നത്. എപ്പോഴാണ് ആരുടെ കയ്യിൽ നിന്ന് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു നിസ്സാര ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും ഞാൻ 100 വട്ടം പ്രാർത്ഥിക്കും. എന്തോ ചെയ്യുമ്പോഴും ദൈവമേ എൻ്റെ കയ്യിൽ നിന്നൊരാപത്തും വരല്ലേ അങ്ങനെ. അപ്പോൾ ഇത് വായിച്ച് ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നവർ ചുരുക്കമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ വിഷമിക്കണ്ട, ചേച്ചി പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. എനിക്കത് കേട്ടപ്പോഴേ എനിക്ക് ഇങ്ങനെ ഒത്തിരി വിഷമമൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇന്നലെ റീച്ചാനോടും പറഞ്ഞു ഇങ്ങനെ ഒരു കമൻറ്റ് വന്ന് എനിക്ക് അങ്ങ് വിഷമമായി പോയെന്ന്. എന്തോ ചെയ്യാനാ.
പലർക്കും നമ്മുടെ വീഡിയോയും കൊണ്ട് ആശ്വാസമൊക്കെ ഉണ്ടെന്ന് കേട്ടതിൽ എനിക്കൊരു സമാധാനവും സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ആർക്കെങ്കിലും അതൊരു പ്രയോജനമാവുന്നെങ്കിൽ അത് നല്ലതല്ലേ. അയ്യോ, ഇന്ന് ഞാൻ ബടുബട് പറഞ്ഞ് 10 മിനിറ്റായി, സോറി കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലെ ഇന്ന് മിക്സ് മില്ലറ്റ് എല്ലാം കൂടെ, അതായത് റാഗി, ബാജറ, ജവാർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു പാലപ്പം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതായത്. നല്ല അടിപൊളി അപ്പമായിരുന്നു. നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇച്ചിരി അത് ഇത്തിരി ഹാർഡെന്ന് പറഞ്ഞാൽ ഇച്ചിരി മുരുമുറാന്നിരുന്നത്. എനിക്കങ്ങനെ മുരുമുറായിരിക്കുന്ന അപ്പത്തിനോട് താല്പര്യമില്ല. സോഫ്റ്റ് അപ്പമാണ് ഇഷ്ടം. അപ്പോൾ ചിലർക്കൊക്കെ ഈ സൈഡൊക്കെ മുരിഞ്ഞിരിക്കുന്ന ഇഷ്ടമില്ലേ. ഇതങ്ങനെ ഞാൻ മുരിച്ചെടുത്തില്ലെങ്കിലും അതങ്ങനെ സൈഡ് മുരിഞ്ഞ് ഇരിക്കും. പക്ഷേ സാധാരണ അപ്പമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടേ വൈകുന്നേരം ആകുമ്പോൾ അത് പിന്നെ കടക്കാവുക ചെയ്യുന്നത്, ഹാർഡാവുക. പക്ഷേ ഇതങ്ങനല്ല, ഇരിക്കുന്നവരും അത് സോഫ്റ്റായിട്ട് വരും. അവർ സ്റ്റാർട്ടിങ് ഉണ്ടാക്കുന്ന പോലെ അല്ലായിരുന്നു, വൈകുന്നേരം ആയതിനെ അത് നന്നായിട്ട് സോഫ്റ്റായിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് മാവ് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കണ്ടോ, സൈഡൊക്കെ കണ്ടോ മുരിഞ്ഞ് വരുന്നത്. ഇച്ചിരി തീ കുറച്ച് ചെയ്യണം. ഞാൻ അന്നേരം നടു ഇങ്ങനെ തൊട്ട് നോക്കും. കാരണം ഈ നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന ഈ പൊടികളൊക്കെ ചേർത്തുണ്ടാക്കുന്നതാകുമ്പം ഇത്തിരി ഒരു വ്യത്യാസം വരും ഈ നടുവൊക്കെ വേവാനൊക്കെ. അപ്പം ഞാനിങ്ങനെ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ 2 പാലപ്പച്ചട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്, കിഴങ്ങൊക്കെ ചേർത്തൊരു മുട്ടക്കറി. അപ്പോൾ ഇങ്ങനെ നല്ല കറി വല്ലതും ഉണ്ടെങ്കിൽ പോളിന് പിന്നെ പറഞ്ഞാലൊക്കെ ഇത്തിരി അത് മനസ്സിലാവും. അവനും വേണ്ടാന്ന് വെച്ചാൽ വേണ്ട. പക്ഷേ ഇതിനൊരു റാഗി നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു കളർ വരുമല്ലേ, അതുകൊണ്ടാണ് ഇവർക്ക് കുഴപ്പം. ഇതിപ്പം എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയുള്ളൂ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ ചേർക്കുന്നുണ്ടേ ഒത്തിരി അങ്ങ് ഇത് പഞ്ഞി പോലെ ആവുമോ, എന്തുവാ പുളി കാണുമോ അങ്ങനെയൊക്കെ. അപ്പം ചിലത് നമ്മൾ ഇത്തിരി സമയമെടുത്ത് ചെറിയ തീയിൽ വെക്കുവാണെങ്കിൽ അത് നല്ല അധികം സൈഡ് മുരിഞ്ഞ് വരത്തില്ല. അപ്പം ഞാൻ മുട്ടക്കറിക്ക് വേണ്ടി പച്ചമുളക്, ഒരു 3-4 പച്ചമുളക്, ഇതിൽ മുളക് പൊടി അങ്ങനെ ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. ഒരു ടൊമാറ്റോ, പിന്നെ സവാള. ഈ പീലറും കൊണ്ട് നേരത്തെ സ്റ്റാർട്ടിങ്ങിലൊന്നും എനിക്ക് ഈ പീലറും കൊണ്ട് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു. നമുക്ക് നമ്മുടെ പിച്ചാത്തിയും കൊണ്ട് ചെയ്യുന്നതായിരുന്നു ഇഷ്ടം. പക്ഷേ പീലർ നല്ല കേട്ടോ, നന്നായിട്ട് സ്കിന്നൊക്കെ എളുപ്പം പിന്നെ നമുക്ക് പിച്ചാത്തിയേക്കായി എളുപ്പം നമുക്ക് സ്കിന്നെടുത്ത് കളയാം. അപ്പം ഞാൻ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ടേ. അപ്പം വെളുത്തുള്ളി ഞാനൊരു 1-2 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്, അതുകൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിയൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഇതിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ആകുമ്പം ഈ കറിയൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതങ്ങ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ പക്ഷേ കണ്ടിന്യൂസ് ഇങ്ങനെ കറിയല്ലാണ്ട് ഉണ്ടാക്കിയത്, കറിയും അപ്പം കൂടെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോ കാണേണ്ടിയവർക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണ്ടെന്ന് പറഞ്ഞ് ഞാനത് ഒരുമിച്ച് അതെല്ലാം കൂടെ സെലക്ട് ചെയ്ത് ഇട്ടതാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലൊന്ന് ബോയിൽ ചെയ്തിട്ട് വേവിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാൻ പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഇട്ടങ്ങ് വഴട്ടിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ടൊമാറ്റോ അതൊന്ന് കണ്ടോ നല്ല പഴുത്ത് ഊതളാടിയിരിക്കുന്നത്. പക്ഷെ ഒന്ന് നമ്മൾ തിന്നുവാണെങ്കിലുണ്ടല്ലോ ആ തൊലിക്കൊക്കെ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഞാൻ ടൊമാറ്റോയുടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത്തിരി പെരിഞ്ജീരകം ഇട്ടിട്ട്, പക്ഷേ അത് വീഡിയോ എനിക്ക് പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ പോയതല്ല, ഞാനത് ഓണാണെന്നും പറഞ്ഞ് എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ട് നോക്കി, ഓണല്ലായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ട് ഇങ്ങനെ വഴട്ടുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. കിഴങ്ങൊക്കെ ഒന്ന് തൊടുമ്പം അത് ഉടയുന്നുണ്ട്. എന്നിട്ട് ഇച്ചിരി ഞാൻ മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതിൽ മുളക് പൊടി അങ്ങനെ ചേർക്കുന്നില്ലെന്ന്. അവിടെ അവന്മാരുടെ സൗണ്ട് ഇടയ്ക്ക് വരുന്നു, രണ്ടും കൂടെ എന്തോ. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത്, ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത്, എന്നിട്ട് എരിവിനനുസരിച്ച് ഞാൻ ഇച്ചിരി 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത്. പിന്നെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. നല്ല വിളഞ്ഞ പച്ചമുളകായിരുന്നു ഞാൻ 4 എണ്ണം ചേർത്തത്.
എന്നിട്ട് ഈ പൊടികളൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് അവിടെ കിടക്കട്ടെ. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ സമയം ഈ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ നമ്മുടെ കവർ പാൽ വേണമെങ്കിൽ അതൊഴിച്ച് കൊടുക്കാം. ക്രീം വേണേൽ ക്രീം ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ വേണേൽ തേങ്ങാ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. എന്നാലും നമ്മുടെ കറിയൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് കറി തിളച്ച് വരട്ടെ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഉടനെ ലൈക്ക് അടിച്ചേരെ. കമൻറ്റ് എന്താണെങ്കിലും കമൻറ്റ് അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അതേസമയം സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട. അപ്പം ഞാനിതിലേക്ക് ലാസ്റ്റിൽ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പം നമ്മുടെ മുട്ടക്കറി, കിഴങ്ങൊക്കെ ചേർത്ത മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തിക്നെസ്സൊക്കെ ഉണ്ട്. ഞാനിന്നലെ പറഞ്ഞില്ലേ എനിക്ക് 96,000 വരെ സബ്സ്ക്രൈബ് ആയതായിരുന്നു. അപ്പോൾ നമ്മളിൽ കാണാതെ കുറേ ആൾക്കാർ ഇരിക്കുന്ന ഐഡികളൊക്കെ കട്ട് ചെയ്യുമെന്ന്. ഇപ്പോൾ എൻ്റെ 93 അത്രയും കുറഞ്ഞിട്ടുണ്ട്. എന്ത് വിഷമമെന്നറിയാമോ ഇതൊക്കെ. അപ്പം ഡാഡിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നാട്ടി ഇങ്ങനെ വടി പോലെ ഇങ്ങനെ അത് ഇരിക്കുമെങ്കിലും തണുക്കുമ്പോൾ അത് സോഫ്റ്റ് ആയായിരുന്നു. എനിക്കിങ്ങനെ അരിവിങ്ങനെ മൊരിഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ചിലർക്ക് ഇങ്ങനെ അരിവൊക്കെ മൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇച്ചിരി നേരം സാധാരണ നമ്മൾ ഒഴിച്ചാൽ ഉടനെ കറക്കത്തില്ലേ. ഞാൻ ചെയ്തത് ആ നടു ഇത്തിരി വേവാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യുന്നോ മാവ് ഒഴിച്ചിട്ട് 2 പാലിനല്ലേ ഞാൻ ഒഴിച്ചാൽ ഇച്ചിരി നേരം കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് കറക്കുന്നത്. അല്ലാതെ നമ്മൾ പച്ചരി മാത്രമാണെങ്കിൽ ഞാൻ മാവ് ഒഴിച്ചാൽ ഉടനെ ഞാൻ കറക്കും. ഈ പൊടികളൂടെ ചേർത്തത് കൊണ്ടായതുകൊണ്ട് ഞാൻ മാവ് ഇച്ചിരി നേരം ഒഴിച്ചിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് ഒരു 10-30 സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഞാൻ ചുറ്റിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പം ഞാനിത് എങ്ങനെ അരച്ചതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ 3/4 കപ്പ് പച്ചരി, 1/2 കപ്പ് പഞ്ഞിപ്പുല്ല്. അപ്പോൾ ഈ പഞ്ഞിപ്പുല്ല് ഇതോടെ ഞാൻ ഒരുമിച്ചാണ് ഇട്ടത്. കാരണം പഞ്ഞിപ്പുല്ല് എനിക്കറിയാം, ഞാൻ ഉണ്ടാക്കി നോക്കിയോണ്ട് കഴുകി നോക്കിയോണ്ടേ നേരത്തെ എടുത്തോണ്ടേ ഒട്ടും മണ്ണില്ലാത്തത്, അതുകൊണ്ടാണ് ഇട്ടത്. ഇതിലേക്ക് 1/2 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അത്ര അരച്ചതിൽ നിന്ന് കുറച്ച് മാവ് ഇങ്ങനെ ഈ ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. കാരണം ബാക്കി പൊടികൾ എനിക്കിത് എല്ലാം കൂടെ ചേർത്ത് അരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയോണ്ട് പഞ്ചസാര ചേർത്തില്ല. അപ്പോൾ ഇവന്മാർക്ക് ഇത്തിരി ടേസ്റ്റ് വന്നോട്ടെന്നും പറഞ്ഞ് ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ടിയാൽ. നമ്മളിപ്പോൾ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ആണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ബാജറി ആട്ട, അതായത് പേൾ 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് നമ്മുടെ മണിച്ചോളം, അതായത് ജവാർ, അതുകൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കും. ഒന്ന് പൾസ് ചെയ്തോ ഒന്ന് അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കലക്കി നമ്മൾ ഈ മാവിൻ്റെ അത് കലക്കാം. അതിനേക്കാൾ നല്ലത് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്ത് കലക്കി എടുക്കുമ്പോഴത്തേക്കിനെല്ലാം കട്ടകളെല്ലാം മാറുമല്ലേ. അതുകൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെന്നിട്ട് നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് രാവിലെ ഞാൻ രാവിലെ ഉപ്പ് ചേർത്തും വേണമെങ്കിൽ വെക്കാം. അപ്പം ഞാനിത് ഇത്തിരി ലേറ്റായിട്ടാണ് അരച്ചത്. കാരണം എനിക്കറിയാം ഈ നമ്മുടെ റാഗി ചേർക്കുമ്പം ഒത്തിരി സമയമൊന്നും അങ്ങനെ വെച്ചേക്കണ്ട, അത് പെട്ടെന്ന് പുളിച്ച് വരുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ രാത്രിയിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് അരച്ചത്. ഒരു 4-5 മണിക്കൂർ മതി നമുക്ക് ഇത് ഫെർമെൻറ്റേഷനായിട്ട്. ചൂടാണെങ്കിൽ പിന്നെ അതിലും കുറച്ച് മതി, നല്ല ചൂട് കാലാവസ്ഥയാണെങ്കിൽ. അപ്പം ഞാൻ ഇങ്ങനെ അതിൻ്റെ മാവ് അരച്ച് വെച്ചത്. എന്നിട്ട് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞല്ലേ, അതിനുശേഷം ഞാനൊരു കുക്കറിൽ പെട്ടെന്നൊരു സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സാമ്പാറൊക്കെ ഒന്ന് ഞാൻ അടപ്പത്ത് വെച്ചൊന്ന്
വിസിൽ വന്നു. എന്നിട്ട് ഞാൻ അതൊന്ന് കലക്കിയെടുക്കും. ഞാൻ മുരിങ്ങയ്ക്ക ഇതിൻ്റെ അകത്ത് ഇടത്തില്ല. കുക്കറിൽ വേവിക്കുമ്പം മുരിങ്ങയ്ക്ക ഇടുന്നുണ്ട്. ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ഇച്ചിരി ചിലപ്പം മഞ്ഞൾപ്പൊടി ചേർക്കും, ചിലപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. ഇന്നിപ്പോൾ ആ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്തില്ല. ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇപ്പം ചേർക്കും. ഇനി എനിക്കിത് ഒന്ന് അഥവാ എക്സ്ട്രാ വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഞാൻ തിളപ്പിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് കടുക് വറുത്ത് ചേർക്കത്തേ ഉള്ളൂ. ഇപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇത്രയും ഇതിൽ മതി. അതുകൊണ്ട് ഞാനങ്ങ് ഡയറക്റ്റ് കടുക് വറുത്ത് ചേർക്കുക. അപ്പം നമ്മുടെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് എനിക്ക് സാമ്പാർ മാത്രം വെച്ചാൽ മതിയായിരുന്നു, കൂട്ടാനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഒരാളെ പഠിപ്പിക്കാനിരുത്തിയതാ കേട്ടോ. പഠിക്കാൻ പറയണേ ക്യൂബും കളിച്ചോണ്ടിരിക്കുവാന്നോ? അതൊക്കെ തെളിപ്പോഴൊന്നും നീ പോയി പഠിക്ക്. ഒരു ഹായ് പറഞ്ഞേക്കളെ. അപ്പം ഞാൻ കുറേ നേരം കൊണ്ട് പറഞ്ഞേടാ കൊച്ചെ നിർത്തിയിട്ട് പഠിക്കടാ. അവൻ ദോ മിനിറ്റ് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ്. അതാ ഞാൻ പറഞ്ഞേ പോയി ഞാൻ നോക്കണേ പാട്ടും പാടും, ഒരു പാട്ട് കേൾക്കുന്നു. ഞാൻ ചിന്തിച്ച് പഠിക്കുവാന്ന്. അപ്പോൾ ഇതായിരുന്നു പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.